നമസ്കാരം കേരള. CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുമെന്നാണ്. ടീച്ചറുടെ പോൺ വീഡിയോ ഉണ്ടാക്കി. ആരെങ്കിലും ഉണ്ടാക്കുമോ അത്? മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് കേട്ടാൽ നമുക്കത് മനസ്സിലാകും. LDF സ്ഥാനാർത്ഥി KK ശൈലജ MLA-ക്കെതിരെ RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ പരാമർശമാണിത്. കേരള രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ മുതൽ പ്രതിപക്ഷവും ഘടകകക്ഷികളും വരെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പരാമർശം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മുഖം മൂടിയാണ് അഴിച്ചുമാറ്റുന്നത്. കാരണം ഇലക്ഷൻ സമയത്ത് വരെ KK ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ നമ്മൾ കണ്ടതാണ്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും വിഷയം കൈകാര്യം ചെയ്തത്. മേയർ ആര്യ രാജേന്ദ്രന് നേരെയുണ്ടായ സൈബർ അറ്റാക്കിലും രാഷ്ട്രീയം നോക്കി വിധി എഴുതിയവരായിരുന്നു കേരള പൊളിറ്റീഷ്യന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു മനുഷ്യത്വവും അവിടെയും പ്രവർത്തിച്ചിരുന്നില്ല. ഒടുവിലിപ്പോൾ ഈ വിഷയത്തിൽ സങ്കടമറിയിച്ച് നേതാക്കന്മാരുടെ ഒഴുക്കാണ്. LDF സ്ഥാനാർത്ഥി KK ശൈലജ MLA-ക്കെതിരെ RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ പരാമർശം വേദനിപ്പിച്ചെങ്കിലും പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ താനും മാപ്പ് പറയുന്നുവെന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞുവെച്ചത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് KS ഹരിഹരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ തന്നെ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ച് പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും പ്രവീൺ കുമാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. KK രമയ്ക്കെതിരെ വലിയ അക്രമം ഉണ്ടായപ്പോൾ ആരും ഖേദം പ്രകടിപ്പിച്ചില്ല. CPM നേതാവ് P ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെള്ളപ്പാളി എന്ന് വിളിച്ചപ്പോഴും മാപ്പ് പറഞ്ഞില്ല. നാക്കുപിഴ വന്നാൽ ഖേദപ്രകടനം നടത്തുകയല്ലാതെ വേറെ വഴിയില്ലെന്നും പ്രവീൺ കുമാർ അഭിപ്രായപ്പെടുന്നു. ടീച്ചറുടെ പോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെന്നായിരുന്നു ഹരിഹരന്റെ ഈ പരാമർശം. വിവാദമായതോടെ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയായിരുന്നു. ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണെന്നാണ് ഹരിഹരന്റെ ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് ഹരിഹരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് KK രമ പ്രതികരിക്കുകയും ചെയ്തു. തെറ്റ് മനസ്സിലാക്കി ഹരിഹരൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വിവാദത്തിന് പ്രസക്തിയില്ലെന്നാണ് KK രമയുടെയും പ്രതികരണം. വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായൊരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവാച്യം ഖേദിക്കുന്നു. ഹരിഹരൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും സൈബർ അറ്റാക്കുകൾ വരുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പൊളിറ്റീഷ്യന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പരാമർശം ഉണ്ടായതിൽ വെറും ഖേദപ്രകടനവും മാപ്പുപറച്ചിലും മാത്രമായി ഒതുങ്ങുകയാണ്. പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താറുണ്ട്, സ്ത്രീകളെ കരുക്കളാക്കാറുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായൊരു മാപ്പുപറച്ചിലല്ല വേണ്ടത്. ഇത്തരം പരാമർശങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ എല്ലാ മുന്നണികളും അണിനിരക്കേണ്ടതുണ്ട്.